ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബില്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. ബജറ്റിൽ കണ്ണുനട്ട് വിപണി, ക്ഷേമ പദ്ധതികളും നികുതി ഇളവുകളും കാത്ത് രാജ്യം. വിപണികളിൽ ചാഞ്ചാട്ട സൂചന, ഏഷ്യൻ വിപണികളിൽ ഇടിവോടെ തുടക്കം. യൂറോപ്യൻ വിപണികൾ നേരിയ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. പലിശ കുറയ്ക്കാൻ US ഫെഡറൽ റിസർവ് തയ്യാറാകുമോ എന്ന് ഉറ്റുനോക്കി നിക്ഷേപകർ. ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് ഉയർത്തി IMF. 2025 GDP വളർച്ച 6.5% പ്രവചനം. ഭാവിയിലേക്ക് മികച്ച രീതിയിൽ മുന്നേറുകയാണ് രാജ്യമെന്നും രാജ്യാന്തര നാണ്യനിധിയുടെ റിപ്പോർട്ട്. മാന്ദ്യ സൂചനകൾക്കിടെ ചൈനയിൽ ഫാക്ടറി ഉൽപാദനം കുറയുന്നെന്ന റിപ്പോർട്ട്. ഇടിവ് രേഖപ്പെടുത്തുന്നത് തുടർച്ചയായ 4ാം മാസം. ബാങ്കുകൾക്ക് ദീർഘകാലത്തേക്ക് പണലഭ്യത ഉറപ്പാക്കാനും ഷോർട്ട് സെല്ലിംഗിന് നിയമങ്ങൾ കർശനമാക്കാനും നടപടിയെടുത്തു സർക്കാർ. മാർച്ചിൽ ദേശീയ നിയമനിർമ്മാണ സഭ 2024 വളർച്ചാ ലക്ഷ്യം പ്രഖ്യാപിച്ചേക്കും. പേയ്മെന്റ് സേവന സംവിധാനം ഒരു മാസത്തിനകം അവതരിപ്പിക്കുമെന്ന് ഫ്ലിപ്കാർട്ട് CEO കല്യാൺ കൃഷ്ണമൂർത്തി. വലിയ കമ്പനിയാകുകയല്ല, ഫ്ലിപ്കാർട്ട് ഇടപാടുകൾ മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും CEO. 600 മില്യൺ വരുന്ന ഫ്ലിപ്കാർട്ട് ഉപഭോക്താക്കൾക്ക് പ്രത്യേക പേയ്മെന്റ് ഓഫറുകൾ ഉണ്ടാകുമെന്ന് കൃഷ്ണമൂർത്തി. ലോകത്തെ ഏറ്റവും വലിയ പാഴ്സൽ സേവന കമ്പനി UPS കൂട്ടപ്പിരിച്ചുവിടലിലേക്ക്. 12,000 പേർക്ക് ജോലി നഷ്ടപ്പെടും. $100 കോടി ചെലവ് കുറയ്ക്കൽ ലക്ഷ്യമെന്ന വിശദീകരണം. ജോലി നഷ്ടപ്പെടുന്ന ജീവനക്കാർക്ക് വേണ്ട പിന്തുണ നൽകുമെന്ന് CEO ടോം സ്കോട്ട്. 2,500 പേരെ പിരിച്ചുവിടാൻ പേയ്പാൽ. ലോകത്ത് നിന്ന് കൂട്ടപ്പിരിച്ചുവിടലിന്റെ വാർത്ത വരുന്നുണ്ട്. പലർക്കും തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട്. ആ വാർത്തകളൊക്കെ വരുമ്പോഴും കേരളത്തിൽ നിന്ന് ചില സന്തോഷ വാർത്തകളുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ലാഭത്തിൽ വലിയ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംയോജിത ലാഭം 120%-ലേറെയാണ് വളർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സംയോജിത വരുമാനം ഇരട്ടിയോളം കൂടിയിട്ടുണ്ട്. ₹5 മുഖവിലയുള്ള ഓഹരി ഒന്നിന് ₹3.5 ഇടക്കാല ഡിവിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് നവംബറിൽ പ്രഖ്യാപിച്ചതിന് പുറമെയാണ്. നവംബറിൽ ₹10 ഫേസ് വാല്യൂ ഉള്ള ഓഹരികൾക്ക് ₹8 ഡിവിഡന്റ് പ്രഖ്യാപിച്ചിരുന്നു. അതിന് പുറമെ ബജറ്റ് വരാൻ പോവുകയാണ്. ഒരു ഇടക്കാല ബജറ്റ് വരും. ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിലടക്കം ചില പരിഷ്കാരങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കറക്ഷന്റെ പാതയിൽ തന്നെയാണ് വിപണി. ബജറ്റ് വരുന്നത് വരെ അല്ലെങ്കിൽ ഫെഡറൽ റിസർവിന്റെ നയം വരുന്നത് വരെയൊക്കെ അല്പം ജാഗ്രതയിലാണ് നിക്ഷേപകർ എന്ന് പറയേണ്ടി വരും. നിഫ്റ്റി ദേശീയ ഓഹരി വിപണി 21,483-ലാണ് വ്യാപാരം നടക്കുന്നത്. 38 പോയിന്റ് താഴ്ന്നാണ് ഇപ്പോൾ വ്യാപാരം തുടരുന്നത്. നിഫ്റ്റി ബാങ്കും ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളും നോക്കിക്കഴിഞ്ഞാൽ ഇരു സെക്ടറുകളും ഒരു ഡൗൺവേർഡ് ട്രെൻഡാണ് ഇന്ന് കാണിക്കുന്നത്. 247 പോയിന്റ് ഇടിഞ്ഞ് 45,120-ലാണ് നിഫ്റ്റി ബാങ്ക് ഓഹരികൾ വ്യാപാരം നടത്തുന്നത്. ഇനി സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ 72,000, 71,000 അങ്ങനെയൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഇന്നിപ്പോൾ 70,989 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. 150 പോയിന്റ് കുറഞ്ഞാണ് വ്യാപാരം നടക്കുന്നത്. ഡോളറിനെതിരെ രൂപ അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. 3 പൈസ ഉയർന്നാണ് രൂപയുടെ വ്യാപാരം നടക്കുന്നത്. നമുക്ക് ഒരു അതിഥിയുണ്ട് വിപണി വിശകലനത്തിനായി. ശ്രീ പോൾ തോമസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ശ്രീ പോൾ തോമസ്, വെരി ഗുഡ് മോർണിംഗ്. ബജറ്റിന് മുമ്പായിട്ടുള്ള ഒരു ചെറിയ കറക്ഷൻ, അതേപോലെ തന്നെ ഇന്നിപ്പോൾ US ഫെഡറൽ റിസർവിന്റെ പലിശ നയവും വരാൻ പോകുന്നല്ലോ. പലിശ അവർ കുറയ്ക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് നിക്ഷേപകർ. ഇന്നലെ റിലയൻസിലടക്കം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കണ്ടതാണല്ലോ. വിപണിയുടെ ഇന്നത്തെ ട്രെൻഡ് എങ്ങനെയാവും? ഇന്ന് വിപണി നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഇന്ന് വിപണിയിൽ പ്രത്യേകിച്ച് നാളെ 2 ഈവന്റിന്റെ കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ന് രാത്രിയിൽ ഉള്ള ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഒരു ഡിസിഷൻ വരാനുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനും കുറയ്ക്കാനും സാധ്യതയില്ല. ഉടനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള സാധ്യത കാണാം. എന്നാൽ പോലും എപ്പോ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും അത്തരത്തിലുള്ള ചില അനൗൺസ്മെന്റ്സുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മാർക്കറ്റിൽ ചലനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ബഡ്ജറ്റാണ്. ബഡ്ജറ്റിൽ എന്തൊക്കെയായിരിക്കും അനൗൺസ്മെന്റുകൾ ഫിനാൻസ് മിനിസ്റ്റർ കൊണ്ടുവരുന്നത് എന്നുള്ളതും എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നാളെ നടക്കാനുണ്ടായതുകൊണ്ട് ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഒരു റേഞ്ച് ബൗണ്ടിനുള്ളിൽ നിൽക്കാനുള്ള സാധ്യതയാണ്. അതായത് വലിയൊരു കയറ്റോ വലിയ ഇറക്കമോ പ്രതീക്ഷിക്കുന്നില്ല. ഒരു ചെറിയൊരു റേഞ്ച്, ഒരു നിഫ്റ്റിയെ സംബന്ധിച്ചോളം 150-200 പോയിന്റിനുള്ളിലുള്ള ഒരു റേഞ്ചിനുള്ളിൽ മാത്രം കയറി ഇറങ്ങി നിന്ന് ക്ലോസ് ചെയ്യാനുള്ള ഒരു സാധ്യതകളാണ് ഇന്ന് കാണുന്നത്. നാളെ ബഡ്ജറ്റില് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം തന്നെ പ്രധാനമായിട്ടും ഇതൊരു വോട്ട് ഓൺ അക്കൗണ്ട് ഇന്ത്യൻ ബഡ്ജറ്റ് ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് വലിയ ഒരു അനൗൺസ്മെന്റുകളൊന്നും ഫൈനാൻസ് മിനിസ്റ്റർ ഇപ്പോൾ തയ്യാറാകും എന്ന് തോന്നുന്നില്ല.
ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ് വിപണി വിശകലനത്തിന്. എന്തായാലും ബജറ്റ് വരുന്നതുവരെ വിപണി ഒരു കറക്ഷനിലായിരിക്കും. അതേപോലെ തന്നെ ഏഷ്യൻ വിപണികളൊക്കെ ഒരു ഇടിവിലാണ് ഇന്ന് വ്യാപാരം നടത്തുന്നത്. മാർക്കറ്റ് വ്യൂവിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഉച്ചയ്ക്ക് 1:30 വീണ്ടും കാണാം. നമസ്കാരം.